ഈ കാണുന്ന പ്രിൻസിപ്പളാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ ഈ പ്രിൻസിപ്പളിന്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്താലോ? ഇഞ്ചി നിങ്ങൾ ഓവറാക്കി ചളാക്കി കുളമാക്കണ്ട. കുളമാ? എന്ത് കുളം? എറണാകുളം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന്? ഇതറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ലേ? അല്ലാതെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ കോലിയെ രക്ഷിച്ചതൊന്നുമല്ലല്ലോ. അറിയാതെയാണെങ്കിൽ എന്താ, ആ കോലി രക്ഷപ്പെട്ടില്ലേ? കോലല്ല, കോലി. എന്തായാലും എന്താ, അവൻ രക്ഷപ്പെട്ടില്ലേ? ആ, അങ്ങനെ രക്ഷപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളെ ഈ പ്രിൻസിപ്പൾ ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. നിങ്ങളെ സ്വഭാവമൊന്നും ആ പ്രിൻസിപ്പളിന് അറിയില്ല, അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. അതറിഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രിൻസിപ്പൽ നിങ്ങളെ ഇവിടെയല്ല ഈ പഞ്ചായത്തിലടക്കം കടത്തില്ല. എടാ ചെറുക്ക, അധികം ഓവറാക്കില്ലേ കേട്ടാ? ഞാൻ ഓവറാക്കുന്നൊന്നുമില്ല, നിങ്ങൾ ഓവറാക്കാതിരുന്നാലും മതി. മുട്ടയെ നിങ്ങൾ വിരിഞ്ഞിക്കില്ല, അതിനു മുന്നേ അവൻ വലിയ പ്രസംഗം തുടങ്ങിക്ക്. മുട്ടയെന്ന് വിരിയാൻ എന്റെ അമ്മ എന്താ കോഴിയാ എന്നെ മുട്ടയിടാനേ? അല്ല, താറാവ്. നിങ്ങൾ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ. ഹലോ. ആ ഹലോ. അല്ല, ഇവിടുന്നാ വിളിച്ചത്. എവിടുന്ന് വിളിച്ചാലും എനിക്കെന്താ? അതല്ല, ഞാൻ ബാക്കിലുണ്ട്. ആ, അത് മെല്ലെ നടക്കുന്നുണ്ട് അങ്ങ് ബാക്കിലെത്തിയത്. അങ്ങ് സ്പീഡിലങ്ങ് നടക്ക്, എന്നാൽ മുന്നിലെത്തും. ഹലോ. മിണ്ടാണ്ട് നിൽക്കട ചെറുക്ക, ഫോൺ വിളിക്കുന്നത് കാണുന്നില്ല നീ? അതിന് ഫോൺ എവിടെ? ഫോണില്ല. അല്ലടാ, അപ്പോൾ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് ആരോടാ? അതാരോടാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരുന്നു. ഹലോ, പേരെന്നാ നിങ്ങളെ? എന്താ ഇവർ ഇങ്ങനെയായി പോയത്? ഹലോ, കേൾക്കുന്നില്ലേ? നിങ്ങളെ പേരെന്നാന്ന്? ആനമുട്ട. ആനമുട്ടയാ? ഇതെന്ത് പേരാ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പേര് കേൾക്കുന്നത്. എന്നാൽ ഇനി ഫോണ് വെച്ചേക്ക്. വേറൊന്നും കൊണ്ടല്ല, എന്റെ അടുത്ത് ഫോണില്ല എന്നോട് സംസാരിക്കുവാൻ. ഹലോ ഹലോ. ഓ ഫോൺ വെച്ചെന്നാ തോന്നുന്നത് ഇക്രു. എന്തായാലും അവനെ കണ്ടുപിടിക്കണം. എന്തിനാണാവോ? എനിക്ക് ഫോണില്ലാണ്ട് അവൻ എന്നെ ഫോൺ വിളിച്ചില്ലേ, അതുകൊണ്ട് അവനിക്കിട്ടൊരു പണി കൊടുക്കുവാൻ തന്നെ. എന്തായാലും അവന്റെ പേര് കിട്ടിയല്ലോ, അത് മതി. ആനമുട്ട, അതാണ് അവന്റെ പേര്. എന്നെ വിളിച്ചിട്ട് അവൻ എടങ്ങാറാക്കുന്നത് അവനിക്ക് ഈ കുഞ്ഞാമി ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എന്താ ഇക്രു? എനക്ക് കുറച്ച് പറയുവാൻ സമയം തരുമോ? അതെന്റെ അടുത്ത് ഇല്ലാലോടാ. എന്ത് സമയം? തന്നെ ക്ലോക്കിലുണ്ടാകും, അല്ലാണ്ട് എന്റെ അടുത്തില്ല. ഓ, എന്താടാ? എനിക്ക് പിടിച്ചങ്ങ് കയറുന്നുണ്ട് കേട്ടാ. അതങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. എന്ത്? നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് പിടിച്ച് കയറുന്നുണ്ടെന്ന്? വല്ല ഉറുമ്പുമായിരിക്കും. ഉറുമ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ ദേഷ്യത്തിന്റെ കാര്യ. നിങ്ങൾ ഈ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അതിന് മാത്രം ഇപ്പോൾ എന്താണ് ഉണ്ടായത്? നിങ്ങൾ എന്നാ വിചാരിച്ചത് നിങ്ങൾ ഇപ്പോൾ ആരാ ഫോണ് വിളിച്ചിട്ടുണ്ടെന്നാ? നിങ്ങൾ ആരും ഫോണൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടടാ. ആനമുട്ട. അവൻ തന്നെ, ആ ആനമുട്ടയാ എന്നെ വിളിച്ചത്. അല്ല, നിനക്ക് അവനെ അറിയാമോ? എന്നെ കൊല്ല്. ഇവരെന്താ ഇങ്ങനെയായി പോയത്? എന്താടാ? അതന്നെ, എന്താടാ പ്രശ്നം? നിങ്ങൾ മിണ്ടി പോകരുത്. എന്നാടാ? എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? അല്ല, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ? ഇല്ല പ്രിൻസിപ്പൾ. എന്ത്? പ്രിൻസിപ്പൾ എന്നായിരിക്കും ഉദ്ദേശിച്ചത്? അത് തന്നെ പ്രിൻസിപ്പള്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പ്രിൻസിപ്പളെ. അതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. എന്ത്? നീ എന്നാടാ പറയുന്നത്? ഈ ചെറുക്കൻ എന്നാ പറ്റിയത്? എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ് കാത്തത്. എടാ ഇക്രു, നിന്റെ ഏഞ്ചി ഒരു സംഭവം തന്നെയാ കേട്ടോ. അതവനിക്കറിയാ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അല്ല, നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? അതിന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് കുഞ്ഞാമി. ഓഹോ, അപ്പോൾ കുഞ്ഞാമിത്ത, മറ്റന്നാൾ സ്കൂളിൽ ഒരു പരിപാടി വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വരണം. അത് ഞാൻ ഏറ്റു. ഞാൻ രാവിലെ തന്നെ അങ്ങ് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ നായിയെ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഓടിച്ചല്ലോ. ഇതൊക്കെ എന്ത്? എന്തായാലും താങ്ക് യു സോ മച്ച്. ഹേയ്, അത് വേണ്ട. എന്ത്? ടാങ്ക് വേണ്ടാന്ന്. നിങ്ങളെന്നാ പറയുന്നത്? ഇടാ, നിന്റെ മാഷെന്നോട് ചോദിക്കുന്ന ടാങ്ക് വേണോ എന്ന്. ഒരു കുട്ടിയെ നായി കടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ വന്നിട്ടാണ് രക്ഷിച്ചത്. എനിക്ക് നിന്റെ മാഷ ടാങ്ക് കലക്കിയതാണ് തരുന്നത്. പോയി ആപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ പറ. ആപ്പിൾ ജ്യൂസാ? ടാങ്ക്
കലക്കിയ വെള്ള. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാനൊരു ആപ്പിൾ ജ്യൂസിനാ പറഞ്ഞിക്കുള്ളൂ നിന്റെ മാഷ ടാങ്ക് കലക്കിയ വെള്ളത്തിന് പറഞ്ഞത്. മാഷ നിങ്ങളോട് ടാങ്ക് കലക്കിയ വെള്ളം വേണോ എന്നല്ല ചോദിച്ചത്. താങ്ക് യു എന്നാ. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ, പിന്നെ എന്തിനിങ്ങനെ മണ്ടത്തരം പറയുന്നത്? ഓടോ, എനിക്ക് അതൊക്കെ അറിയാം. പക്ഷെ ചില സമയം അത് എന്നോട് മറന്നു പോകുന്നു. എവിടെയൊക്കെ അത് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നെ പറയിപ്പിക്കല്ലേ ഏന്റി. എടാ, ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് ഞാൻ നാണം കെട്ടല്ലോ. പിന്നെ ഇതുപോലത്തെ വർത്താനം പറഞ്ഞാൽ നാണം കെട്ടില്ലേ? എടാ, എന്തെങ്കിലും പറഞ്ഞൊന്ന് എന്നൊന്ന് രക്ഷിക്കടാ. ഞാനെന്ത് പറയാനാ, നിങ്ങൾ തന്നെയല്ലേ എല്ലാം പറയുന്നത്. എടാ, അത് ഞാൻ വിചാരിച്ച് ടാങ്ക് കലക്കിയ വെള്ളത്തിനെ കൊണ്ടാ പറയുന്നതെന്ന്. പിന്നെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് താങ്ക് യു എന്നാ പറഞ്ഞതെന്ന്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നല്ലേ? എല്ലാം അറിയാ, എന്നിട്ടാ ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്. അത് പെട്ടെന്ന് എന്നോട് മറന്നുപോയതാ. അല്ല, ഇവരെന്താ പറഞ്ഞത് എനിക്കങ്ങ് മനസ്സിലായില്ല. അത് പിന്നെ പ്രിൻസിപ്പളിന് മനസ്സിലായില്ലേ? അവര് പറഞ്ഞത് ടാങ്ക് കലക്കിയ വെള്ളം കൊടുക്കുവാനാ. അപ്പോൾ എനിക്ക് തോന്നിയതല്ലേ, ശരിക്കും അവർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? എന്ത്, ടാങ്ക് കലക്കിയ വെള്ളത്തിനോ? ഈ ചെറുക്കൻ എന്നെ നാണം കെടുത്തുമെന്നാ തോന്നുന്നത്. അതെ സാർ, ടാങ്ക് കലക്കിയ വെള്ളത്തിനാ കുഞ്ഞാമിത്ത പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നല്ലേ? അതൊക്കെ എനിക്കറിയാം. അതിപ്പോൾ ഇക്രു പറഞ്ഞു തന്നതായിരിക്കും. അതൊന്നുമല്ല, എനിക്ക് പണ്ടേ അറിയാം. പണ്ടേ അറിയാമെന്നോ? എന്തെന്ന്? നിങ്ങൾ ഓരോരു കോമഡി വായല്ലേ കുഞ്ഞാമിത്ത. സൽമാനെ, ഒന്ന് മിണ്ടാതിരിടാ. പ്രിൻസിപ്പൾ ഇവരെ പറ്റി മനസ്സിലാക്കേട്ടാ. ഇവർ വായി തുറന്നാൽ മണ്ടത്തരങ്ങളാ പറയും. എടാ സൽമാനെ, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് കേട്ടിനാ? ഞാനൊന്നും പറയുന്നില്ല മാഷേ. ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് പോട്. എടാ തോമസേ, നീ ഓഫീസിലേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വരാം. എന്നാലും എന്റെ കുഞ്ഞാമിത്ത, താങ്ക് യു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ടാങ്ക് കലക്കിയ വെള്ളം എന്ന് കരുതിയല്ലോ. അത് ഫുൾ ബിറ്റായിക്ക്. ശരിക്കും നിങ്ങൾ ഇത്രയും വലിയ മണ്ടത്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എടാ സുലൈമാനെ. എവിടെ കാണുന്നില്ലല്ലോ? അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അല്ല, അവരൊരു സുലൈമാന്റെ കാര്യം പറഞ്ഞല്ലോ. അതാണ് ഈ ഞാൻ. നീ സൽമാനല്ലേ? എടാ സുലൈമാനെ, നീ എന്നാണ് എന്നെ കൊണ്ട് വിചാരിച്ചത് ഞാൻ നിന്നെ പോലെ മന്ദബുദ്ധിയാണെന്നാ? നിനക്ക് എന്നെ പറ്റി മനസ്സിലാക്കേറ്റാ. എന്തിനാ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനുള്ളത്? നീ കേട്ടില്ലേ പ്രിൻസിപ്പൾ പറഞ്ഞത് ഞാൻ മറ്റന്നാളത്തെ ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന്? അതെങ്ങനെയാ ഗസ്റ്റ് ആയത്? അതെങ്ങനെയാ ഗസ്റ്റ് ആയതെന്നോ? നിന്റെ ബാക്കിൽ ബായും പൊളിഞ്ഞ് നിൽക്കുന്ന ആ ക്ലോസറ്റ് തേക്കുന്ന ബ്രഷ് പോലത്തെ മുടിയുള്ള ചെറുക്കനില്ലേ? ആ ചെറുക്കനെ നായിയുടെ മുന്നിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് എന്നെ മറ്റന്നാളെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വിളിച്ചത്. എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന്? സാഹസികമായിട്ട്. മണ്ണാങ്കട്ട, നിങ്ങൾ മരത്തിൽ നിന്നും ഇടിഞ്ഞ് ആ നായിന്റെ ദേഹത്ത് വീണതല്ലേ? എന്നിട്ട് സാഹസികമായി രക്ഷപ്പെടുത്തിക്കെന്ന് പറയുന്നത്. എന്നാ ശരിക്കും സംഭവം? അയ്യോ, ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും. എടാ ഇക്രു, ഒന്നാ സുലൈമാനോട് ബായും പൂട്ടി നിൽക്കാൻ പറയടാ. എടാ സൽമാനെ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. അങ്ങനെയൊക്കെയാണ് സംഭവം, പക്ഷെ നീ അതൊന്നും എല്ലാരോടും പറയണ്ട. പറഞ്ഞില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഓവറാക്കി കളിക്കും. ഇല്ലടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അല്ല സൽമാനെ, നീ എന്നാ പറഞ്ഞത് മരത്തിൽ നിന്ന് ഇടിഞ്ഞു വീണതാണെന്നോ? അതെ, അവൻ വെറുതെ പറഞ്ഞതാണ് സർ. ആണോടാ സൽമാനെ? അതെ സർ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓ, രക്ഷപ്പെട്ട്. ഇപ്പോൾ വിശ്വാസമായില്ലേ എല്ലാവർക്കും? ഈ സുലൈമാൻ പറയുന്നത് പോലെയൊന്നുമല്ല, ഞാൻ സാഹസികമായി രക്ഷപ്പെടുത്തിയതാണ് ആ ചെറുക്കനെ. എങ്ങനെ? അത് പിന്നെ പറ, എങ്ങനെയാ രക്ഷപ്പെടുത്തിയത്? അത് മതിയുടെ സൽമാനെ, ഇനി അതിനെ കൊണ്ടൊരു ചർച്ച വേണ്ട. ചർച്ച വേണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ ഈ ഏന്റിയുടെ സംസാരം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്. നീ ഒന്ന് ക്ഷമിക്കേ. പിറകിൽ നിന്നും ടോം സാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തൽക്കാലം നീ ഒന്നും പറയണ്ട. എടാ ഇക്രു, അപ്പോൾ ഈ സൽമാൻ ഒന്നും അതിനെപ്പറ്റി എന്നോട് ചോദിക്കില്ലേ? ഇല്ല. സമാധാനമായി. ബായ് ബോട്ട് നിന്നോ, അല്ലെങ്കിൽ അവൻ ചോദിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാകും സത്യാവസ്ഥ. അതിന് ഞാനൊന്നും പറയുന്നില്ലടാ. പറയാതിരുന്നാൽ മതി. അല്ല, നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല തോമൻ സർ. തോമനല്ല, തോമസ്. അത് തന്നെയാ ഉദ്ദേശിച്ചത്. അതെ സർ, ഒരു പ്രശ്നവുമില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയി ക്ലാസ്സിൽ കയറി. എടാ ഇക്രു, എന്താ ഏന്റി? വേണ്ടടാ, നീ കയറണ്ട. എന്ത്?
നീ ഗ്ലാസ്സിൽ കയറണ്ടാ എന്ന്. വേണമെങ്കിൽ പ്ലേറ്റിൽ കയറി കുത്തിരുന്നോ, അല്ലാണ്ട് ഗ്ലാസ്സിൽ കയറാൻ നീ നോക്കുകയേ വേണ്ട, കുടുങ്ങിപ്പോകും. നിങ്ങൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ കയറാനല്ല സാറ് പറഞ്ഞത്, ഞങ്ങൾ പഠിക്കുന്ന ക്ലാസ് റൂമിലേക്ക് കയറാനാ. നീ അങ്ങനെയേനു? ഓ, ഇതൊന്നും ഉറക്കെ പറയാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ നാണം കെട്ടേനെ. അല്ലടാ, അപ്പോൾ നിങ്ങൾ ഒന്നും പറയണ്ട, ഒന്ന് വേഗം ഇവിടെ നിന്ന് പോകുമോ? ഞാൻ പോകാനാ. വേണ്ട, എന്നാ നിങ്ങൾ ഇവിടെ താമസിച്ച. അതല്ല, എന്തെല്ലാന്നേ, നിങ്ങളൊന്ന് വേഗം പോടെ. എടാ ഇക്രു, മതി സംസാരിച്ചത്, വേഗം ക്ലാസ്സിലേക്ക് പോട്. സർ, ഞാൻ പോകാം. അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കില്ലേ? ഞാൻ വീട്ടിലേക്ക് പോകുന്ന. എന്നാൽ ശരി, പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസത്തെ പരിപാടിക്ക് നിങ്ങൾ എന്തായാലും വാ. അത് ഞാനങ്ങ് വന്നോളും. എന്നാൽ ശരി, വാ പിള്ളേരെ, നടക്ക്. വാടാ ഇക്രു, നമുക്കും പോകാം. ഏന്റി, എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് പോടെ. അത് ഞാനങ്ങ് പോകും, നിങ്ങൾ പോടെ. എടാ ഇക്രു, എന്നോട് ഇവിടെ ഇരിക്കുവാൻ പറഞ്ഞിട്ട് ഇവൻ ഇതെവിടെയാ പോയത്? എടാ ഇക്രു, ഞാൻ വരുന്നേന്റി, വേഗം വാ. എന്തിനിങ്ങനെ ബഹളം വെക്കുന്നത്? എന്നോട് ഇവിടെ ഇരിക്കുവാൻ പറഞ്ഞിട്ട് നീ ഇതെവിടെയാ പോയത്? അത് ഞാൻ ആ ഡിക്ഷണറിയിലൊന്ന് നോക്കിയതാ. എന്നാൽ വേഗം പറ, ഞാൻ എന്തൊക്കെയാ സ്കൂളിൽ പോയിട്ട് പറയേണ്ടത്? മണ്ടത്തരങ്ങൾ വെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞോ. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം, അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചോ. അതിന് എനിക്ക് ഇംഗ്ലീഷ് അറിയാം, നീ പഠിപ്പിച്ചൊന്നും തരണ്ട. അയ്യോ, നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ അവിടെ പറഞ്ഞേക്കല്ലേ. എന്റെ ഇംഗ്ലീഷിന് എന്താണ് ഒരു കുഴപ്പോ? അത് ഇംഗ്ലീഷ് ആക്കണ്ടേ, നിങ്ങൾ പറയുന്നത് മംഗ്ലീഷാ, മംഗ്ലീഷ്. ഞാൻ ആവശ്യമുള്ള ചില ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നാൽ നീ പറ. ഹലോ. ഹലോ. ഓ, എന്നോട് ഹലോ പറയാനല്ല നിങ്ങളോട് പറഞ്ഞത്. പിന്നെന്തെന്നാ? ആരെ കണ്ടാലും ആദ്യം ഹലോ എന്ന് പറഞ്ഞോ, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെ? നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്തെല്ലാം തോമം മാഷേ, ഞാൻ ഇവിടെ ഉണ്ട് പ്രിൻസിപ്പളെ എന്നൊന്നും പറഞ്ഞ് കളിക്കണ്ട. മര്യാദയ്ക്ക് അവരെ കണ്ടാൽ ഹലോ തോമസ് സർ, ഹായ് പ്രിൻസിപ്പൽ സർ എന്നൊക്കെ പറയുക. അല്ലാണ്ട് എന്തെല്ലാം എന്റെ തോമൻ സാറേ എന്നൊന്നും പറഞ്ഞ് തുടങ്ങണ്ട. മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായി. അതിന് നീ ഇങ്ങനെ ചൂടാവണ്ട. ഞാൻ ചൂടായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാ. ഇനി അടുത്തത്, നിങ്ങൾ സ്കൂളിൽ ഒരു വലിയ കാര്യമാണ് ചെയ്തത്. അറിയാതെയാണെങ്കിലും നിങ്ങൾ കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരും വരികയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും. എന്റെ ഒരു കാര്യം, ഞാനൊരു സംഭവമാണ്, സംഭവം. എന്റെ ഒരു കാര്യം. ഹലോ. അല്ല, നിങ്ങളിപ്പോൾ ആരും ഇവിടെ നിന്ന് അഭിനന്ദിച്ചിട്ടില്ല? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഓവറാക്കുന്നത്? കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാണ്ട് ഇവിടെ വന്നിരിക്കി. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടങ്ങ് പഠിച്ചോ, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കി, പക്ഷെ നീ എന്തിനാ ദേഷ്യം പിടിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അത് നിങ്ങളെ കളി കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറെന്തിനാ? നീ ഒന്ന് ദേഷ്യം പിടിക്കാതെ സംസാരിക്കുമോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. പ്രിൻസിപ്പൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൈക്ക് തന്നിട്ട് പറയും 2 വാക്ക് പറയുവാൻ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? 2 വാക്ക് എന്ന് തന്നെ. ഓ, നിങ്ങളോട് 2 വാക്ക് എന്ന് പറയാനല്ല പറഞ്ഞത്. പിന്നെന്തെന്നാ? ആ കുട്ടിയെ രക്ഷിച്ചതിനെ പറ്റി കുറച്ച് സമയം സംസാരിക്കുക, അതാണ് പറഞ്ഞത്. ഓ, അങ്ങനെ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? അല്ലടാ, അവരൊക്കെ എന്നോട് ഇംഗ്ലീഷിലാണോ സംസാരിക്കുക? അങ്ങനെയൊന്നുമില്ല, ചില വേർഡൊക്കെ ഇംഗ്ലീഷിലുണ്ടാകും, അല്ലാതെ മലയാളത്തിൽ തന്നെ അവരൊക്കെ പറയുക. അഥവാ ആരെങ്കിലും ഇംഗ്ലീഷിൽ ചറബറാന്ന് പറഞ്ഞാലോ? അങ്ങനെ ആരും പറയില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ യാ 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 എന്ന് പറഞ്ഞോ. എങ്ങനെ? നിങ്ങൾ ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കേ. ഈ ഇംഗ്ലീഷിലാ? ഇംഗ്ലീഷില്ലാത്ത വേറെന്തെങ്കിലും പറ. എന്നാൽ ഹിന്ദിയിൽ ചോദിക്കേ. ഈ ഹിന്ദിയിലാ? ഹിന്ദിയിലല്ലേ പറയേണ്ടത്? അല്ല, ഹിന്ദി മലയാളത്തിലാ പറയേണ്ടത്. നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. എന്നാൽ അത് പറ. എന്നാൽ നിങ്ങൾ ഉറുദുവിൽ പറഞ്ഞോ. അതൊന്നാ സാധനം? അതും അറിയില്ല ഈ പെണ്ണുങ്ങൾക്ക്. ഈ മലയാളം ഇംഗ്ലീഷ് ഒക്കെ പോലെ തന്നെയുള്ള വേറൊരു ഭാഷയാണ് ഉറുദു. ആണോ? എന്നാൽ അതെനിക്ക് അറിയില്ലായിരുന്നു. നീ വേറെ ഭാഷ പറ. എന്നാൽ നിങ്ങൾ അറബിയിൽ പറ. അത് സില്ലിയാടാ, അത് വേണമെങ്കിൽ നിനക്കും പറയാം. അതെങ്ങനെ? ഈ നമ്മുടെ വായിൽ പൊള്ളുന്ന ഭക്ഷണം ഇട്ടാൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുക, അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മര്യാദക്ക് എന്തെങ്കിലും പറയാ. നിങ്ങൾക്ക് മര്യാദക്ക് അറിയുന്ന ഭാഷ ഏതാ, അത് പറ. ഈ മലയാളം. ഈ മലയാളം മാത്രം നിങ്ങൾക്ക് കാര്യത്തിൽ അറിഞ്ഞൂടൂല്ലേ? എന്തായാലും സാരമില്ല, നിങ്ങൾക്ക് അറിയും പോലെ നിങ്ങൾ എന്നോട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിക്കേ. അതിപ്പോൾ എന്താ ചോദിക്കാ?
ചായ കുടിച്ചോന്ന് ചോദിക്കാം. യു ചായ കുടിച്ച? എന്ത്? യു ചായ കുടിച്ചോ? ചായന്ന് കേട്ടിക്ക് ചായ കുടിച്ചോ എന്നായിരിക്കും. എന്തെങ്കിലും ആക്കട്ടെ, യായാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഒന്നും കൂടി ചോദിക്കേ. യു ചായ കുടിച്ചോ? ഓ, അപ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത്? ഇങ്ങനെ പറഞ്ഞാൽ മതി. ആരെന്ത് പറഞ്ഞാലും യാന്ന് പറഞ്ഞാൽ മതി. ഓഹോ, ഇത് വെറും പല്ലിയല്ലേ? പല്ലിയല്ല, സില്ലി. എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചോ? ആടാ, ഇത് ഞാൻ പഠിച്ച്. എന്നാൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. കുഞ്ഞാമി. ഓ, ഏന്റി, അങ്കിൾ ഉണ്ട് വരുന്നേ. അങ്കിൾ ഇപ്പോൾ വന്ന് ഏന്റിയോട് എന്തെങ്കിലും പറയും. അതൊക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നതെന്ന് ഏന്റി കരുതണം. എന്നിട്ട് ഏന്റി അതിനുള്ള മറുപടി ഞാൻ പഠിപ്പിച്ചു തന്നതുപോലെ പറയണം. മനസ്സിലായിനാ? മനസ്സിലായി. സുലൈമാനിക്ക് എന്ത് പറഞ്ഞാലും യായാന്ന് തന്നെ പറയണം. എടി കുഞ്ഞാമി. എന്താ സുലൈമാനിക്ക? എടി കുഞ്ഞാമി, നിന്നോട് ഞാൻ എന്റെ ഷർട്ട് അലക്കുവാൻ പറഞ്ഞില്ലേ? യാ. എന്നിട്ട് നീ ആ ഷർട്ട് അലക്കിയോ? യാ. എന്തൊക്കെയാക്കിയാന്ന്? നീ അലക്കിയിട്ടില്ല, അത് റൂമിൽ തന്നെയുണ്ട്. യാ. നിനക്കെന്താടി, വട്ടായോ? യാ. ഈ വട്ടായെന്ന് ചോദിച്ചതിനാണോ യാന്ന് പറഞ്ഞത്? അല്ല കുഞ്ഞാമി, നീ എന്താ ഒരു പൊട്ടത്തിന്റെ കളി കളിക്കുന്നത്? യാ. അയ്യോ, ഇത് ശരിയാക്കില്ല. എല്ലാത്തിനും യാന്ന് പറഞ്ഞാൽ നാണം കെടും. എടി കുഞ്ഞാമി, നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ. യാ. ഓ, ഞാനൊന്ന് പൊട്ടിച്ചങ്ങ് തരും. യാ. ഓ. യാ. ഓ. സുലൈമാനിക്ക, എന്റെ മൂക്ക് പൊട്ടി. അയ്യോ. കുറെ സമയമായി അവൾ യാന്ന് പറയുന്നു. ഇനി അയ്യോ എന്ന് പറഞ്ഞ. എടാ ഇക്രു, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സുലൈമാനിക്കാനോട് യാന്ന് പറഞ്ഞതാ. എന്നിട്ട് എന്റെ സുലൈമാനിക്ക് മൂക്കടിച്ച് പരത്തിയിട്ട് പോയി കളഞ്ഞടാ. നിങ്ങൾ ഇതുപോലത്തെ യാ കേട്ടാൽ മൂക്കല്ല, മുഖം തന്നെ അടിച്ച് പരത്തിയിട്ടാ പോവുക. അങ്കിൾ ഓരോന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ യാന്ന് പറഞ്ഞില്ലേ? എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇല്ല, എന്തെന്ന് അതിന്റെ അർത്ഥം? അതെ എന്നാണ് അതിന്റെ അർത്ഥം. അങ്കിൾ നിങ്ങളോട് വട്ടായോ എന്നടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ യാന്ന് പറഞ്ഞത്. അതിനെന്താ? ഏന്റി, ഈ യാന്റെ അർത്ഥം അതെ എന്നല്ലേ? അപ്പോൾ വട്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ എന്നാണോ പറഞ്ഞത്? അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഓരോന്ന് കേൾക്കുമ്പോ സൂക്ഷിച്ച് പറയണ്ടേ ഏന്റി? അതിനെനിക്ക് അറിയില്ലല്ലോടാ അതിന്റെ അർത്ഥം അതെ എന്നാണെന്ന്. പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? അത് തന്നെ. എന്നാലും എന്റെ മൂക്കിലിട്ടിട്ടാ സുലൈമാനിക്ക് അടിച്ചത്. പിന്നൊരു കാര്യം, ഇനി ഈ യായായി നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പറയണ്ട കേട്ടാ. അതെന്താ? ഇങ്ങനെ യാ പറയുന്നാണെങ്കിൽ നിങ്ങൾ മൂക്ക് വെച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും സ്കൂളിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ സ്കൂളിൽ പോയാൽ ഞാൻ എന്താ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ചില ഇംഗ്ലീഷ് പദങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതെന്തല്ലാടാ ഇക്രു? അതോ? അത് ഇവനെന്തിനാ ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നത്? കിട്ടി. കിട്ടിയാ? എന്നാ കുറച്ച് അണക്കും താ. എന്ത്? നിനക്കിപ്പോൾ എന്തോ അട്ടം നോക്കി നിന്നപ്പോൾ കിട്ടിയില്ലേ? അത് തന്നെ. അത് ഞാൻ അട്ടം നോക്കി നിന്നതല്ല, ആലോചിച്ചതാ. അങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഇംഗ്ലീഷ് പദം കിട്ടി, അതാണ് പറഞ്ഞത്. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. അതാരാ? മമ്മി. അയ്യോ, ചക്കി ചേച്ചിയല്ലേ അത്? എടാ ഇക്രു, എന്താ? അവൾക്ക് എന്താടാ പറ്റിയത്? അത് എന്നോട് ചോദിച്ചിട്ടെന്താ? പോയി അവളോട് ചോദിക്ക്. അത് ശരിയാണല്ലോ, അവനോട് ചോദിച്ചിട്ടെന്താ? അവളോടല്ലേ ചോദിക്കേണ്ടത്. എടി ചക്കി. ചേച്ചി. മമ്മി. എന്താ ചേച്ചി? എടാ ഇക്രു, അവിടെ എന്നാ? എടി പിങ്കി. എന്നാ? നിന്നെയല്ല, പിങ്കിയെ വിളിച്ചത്. അത് നിങ്ങളോടല്ല, പിങ്കി ചേച്ചിയോടെ ചോദിച്ചത്. ചേച്ചി എന്തിനിങ്ങനെ ബഹളം വെക്കുന്നത്? എടാ ഇക്രു, അവിടെ എന്നാ? ഇവിടെയൊന്നും വന്ന് കാണുന്നില്ലല്ലോ. അവിടെയുള്ള പെട്ടിയാ? ഏത് പെട്ടി? ഈ പെട്ടിയാ? ആ പെട്ടി തന്നെ. ഇതിലെന്നാ? അതിൽ പ്രേതമുണ്ട്. എന്ത്? നീ എന്നാ പറഞ്ഞത്? അതിൽ പ്രേതമുണ്ടെന്ന്. എന്നാ ചേച്ചി പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ചതൊന്നുമല്ലടാ, ശരിക്കും അതിൽ പ്രേതമുണ്ട്. എന്റെ അല്ലോ, അതാണോ ഞാൻ വലിയ ഓവറാക്കി
തുറക്കാൻ നോക്കിയത്? എടി ചക്കി ചക്കേ, നിനക്ക് ആദ്യം പറയാമായിരുന്നില്ലേ? ആ പ്രേതം ഇപ്പോൾ എന്നെ പിടിക്കുമായിരുന്നില്ലേ? അതിന് പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. പിടിച്ചിരുന്നുവെങ്കിലോ? അതിന് പിടിച്ചില്ലാലോ. പിടിച്ചിരുന്നുവെങ്കിലോന്ന് അത് നിങ്ങൾ ഇപ്പോൾ പിടിച്ചിക്കാ? ഇല്ല. എന്നാലൊന്ന് വായ പൊട്ടി നിന്നൂടെ? ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഓ കേട്ടുക്ക്. എന്താടാ? ആ കൊട്ട ഇപ്പോൾ തുറക്കുകയും പൂട്ടുകയും ചെയ്തു. അതിന്റെ ഇടക്ക് പോയിട്ട് നിന്നോട് ആരാടാ തുറക്കാൻ പറഞ്ഞത്? ഞാൻ തുറന്നല്ല പറഞ്ഞത്, ആ പ്രേതം തുറന്നതാ. ഈ പ്രേതമോ? അതെ, അത് തന്നെയാ നേരത്തെ ഞാനും കണ്ടത്. ആ കൊട്ട തനിയെ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നത്. ഈ പ്രേതം എന്തിനാ കൊട്ടയെ കരിക്കുത്തിരിക്കുന്നത്? അതിന് വേറെ സ്ഥലമൊന്നും കണ്ടിക്കില്ലേ? ആരും സൗണ്ട് ഉണ്ടാക്കില്ല. ആ പ്രേതം എന്താണെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. എന്താ? ചേച്ചിയായിരുന്നോ? നീ എന്നാ വിചാരിച്ചത്? ചേച്ചി അല്ലാന്ന്. അല്ല, നിങ്ങളൊക്കെ എന്തിനെങ്കിലും പേടിച്ചോടുന്നത്? നീ എന്തിനാ പേടിച്ചോടിയത്? അത് നിങ്ങളൊക്കെ ഓടുന്നത് കണ്ടിട്ട്. അത് പിന്നെ ചേച്ചി, ഞങ്ങൾ വിചാരിച്ച പ്രേതമാണെന്ന്. എന്ത് പ്രേതമോ? ആ ചേച്ചി, പ്രേതമാണെന്ന് ഞങ്ങൾ കരുതിയത്. ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് വിചാരിക്കാൻ വേറൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പിങ്കി ചേച്ചി, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ പ്രേതമുണ്ട്. ആണോ? വലിയ കാര്യം. പ്രേതം പോലും ഇവർക്കൊക്കെ വട്ട്. എടി പിങ്കി, അവൻ പറഞ്ഞത് സത്യമാ. എന്ത് പ്രേതമുണ്ടെന്നാ? ആടി, ഇവിടെ ശരിക്കും പ്രേതമുണ്ട്. എന്റെ ചക്കി, നിനക്കും വട്ടായോ? എടി വട്ടൊന്നുമില്ല, ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കേ. എന്നാൽ ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ ആദ്യം കാണിച്ചതാ എവിടെയാ പ്രേതമുള്ളത്? ദാ ആ പെട്ടിയിലുണ്ട്. പെട്ടിയിലോ? അതെന്താ പെട്ടിയില്? ചിലപ്പോൾ പുതിയ പ്രേതമായിരിക്കും. അങ്ങ് പെട്ടിയിൽ നിന്നും പുറത്തിറക്കം കേട്ടിട്ടുണ്ടാകില്ല. ഈ പുതിയ പ്രേത? എന്റെ പിങ്കി, ഞങ്ങൾക്കറിയില്ല അതെന്തിനാ പെട്ടിയിൽ കയറിയതെന്ന്. പക്ഷേ അതെന്തായാലും ആ പെട്ടിയിൽ തന്നെയുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ശരിക്കും നിങ്ങൾ കണ്ടിനോ? അത് പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ആ പെട്ടി ഇങ്ങനെ തുറന്നും പൂട്ടിയും കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾ പ്രേതമുണ്ടെന്ന് ഉറപ്പിച്ചത്? പിന്നെ പ്രേതമില്ലാതെ എങ്ങനെയാ അത് തനിയെ തുറന്നും പൂട്ടിയും കളിക്കുന്നത്? അത് വല്ല കാറ്റത്തും സംഭവിച്ചതായിരിക്കും. നോക്കിയേ, ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അത്രക്കും ധൈര്യമാണെങ്കിൽ നീ പോയിട്ട് ആ പെട്ടി തുറക്കെന്നാൽ. പെട്ടി തുറക്കാനാ? പെട്ടി തുറക്കണ്ട, ആ പെട്ടി തുറന്നാ മതി. അല്ല, ഞാനെങ്ങനെ അത് തുറക്കുക? എനിക്ക് 2 കൈയില്ലേ? ഉണ്ട്. അതിനെ കൊണ്ടങ്ങ് തുറക്ക്. അതല്ല, അഥവാ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ? അപ്പോൾ ചേച്ചിക്ക് പേടിയുണ്ടല്ലേ? പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിച്ചാൽ പിന്നെ എനിക്ക് പേടിയാകില്ലേ? ചേച്ചിയല്ലേ പറഞ്ഞത് അതിൽ പ്രേതമൊന്നുമില്ലാന്ന്? പ്രേതമൊന്നും ഉണ്ടാകില്ല. എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അത് പ്രേതമുള്ളോണ്ടാ എനിക്ക് പേടിയാകുന്നത്. ആ കൊട്ട ഒന്ന് തുറന്നു കാണണമായിരുന്നു. എന്നാ ഇനി വേഗം ചെന്നിട്ട് തുറന്നിട്ട് വാ. ഞാൻ തുറക്കുന്നില്ല. അത് വേറെ ആരെങ്കിലും തുറന്നിട്ട് എനിക്ക് കാണണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ വേറെ ആര് തുറക്കുവാനാ? ഞാനൊന്ന് പറയട്ടെ. ഒന്ന് മാത്രമാക്കണ്ട, നീ 3-4 ഉണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങളൊന്ന് ബായും പൊട്ടി നിൽക്ക് എന്റെ ഏന്റി. പിങ്കി ചേച്ചി എന്താ പറയണമെന്ന് പറഞ്ഞത്? അത് പറ. നമുക്കൊരു വടി എടുത്തിട്ട് ഈ കൊട്ട മെല്ലെ തുറന്നാലോ? ഈ വടീനെ കൊണ്ട് തുറക്കുന്നതാ വലിയ നല്ല കാര്യം. എന്നാൽ നിങ്ങൾ പോയിട്ട് നിങ്ങളെ കൈയിനെ കൊണ്ട് തുറക്ക്. അത് വേണ്ട, എന്നാൽ വടീനെ കൊണ്ട് തന്നെ തുറക്കാം. അതാ നല്ലത്. ചേച്ചി പറഞ്ഞതുപോലെ വടീനെ കൊണ്ട് തുറക്കുന്നതാ നല്ലത്. എനിക്കും അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് വടി കൊണ്ട് അത് മെല്ലെ പൊന്തിച്ചു നോക്കാം. എന്നാൽ നീ പോയിട്ട് വേഗം വടി എടുത്തിട്ട് വാ. ആര്? ഞാനാ? അമ്പട പുളുസു, വേണമെങ്കിൽ പോയിട്ട് എടുത്താൽ മതി. എടി, ഞാനല്ല ഐഡിയ പറഞ്ഞത്. നീ പോയിട്ട് എടുത്തിട്ട് വാ. നിന്റോടാരാ ഇതുപോലത്തെ ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞത്? നീ പോയിട്ട് എടുത്തോ. ഞാൻ എടുക്കുകയില്ല, നീ പോയിട്ട് എടുക്കേ. ഞാനും എടുക്കില്ല. നിർബന്ധമാണെങ്കിൽ നീ തന്നെ പോയി എടുത്തോ. പോയി എടുക്കടി. നീ എടുക്ക്. ഞാൻ എടുക്കില്ല. ഞാനും എടുക്കില്ല. നിങ്ങളൊന്ന് നിർത്തുമോ? കുറെ സമയമായി രണ്ടുപേരും അടി കൂടുന്നു. ഒരു വടി എടുക്കുന്നതിനാണോ ഇത്രയും വലിയ തർക്കം? അങ്ങ് അമേരിക്ക പോയിട്ടൊന്ന് വടി കൊണ്ട് വരണ്ടാലോ? ഇവിടുത്തെ മുറ്റത്തുനിന്ന് എടുത്താൽ പോരെ? അതിനു വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടി കൂടുന്നത്? ഒരു വടി എടുത്തു വരേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാണ്ട് വിമാനമൊന്നും എടുത്തു വരണ്ട. എടാ, എന്നാൽ നീ പോയിട്ട് വടി എടുത്തിട്ട് വാ. എന്ത്? ഞാനാ? നീ തന്നെ. എന്നാൽ നീ പോയിട്ട് എടുത്തിട്ട് വാ. അല്ല, അതെങ്ങനെ ശരിയാകും? അതെന്താ? അല്ല, നിങ്ങൾ രണ്ടിലും ഒരാൾ പോയിട്ടല്ലേ വടി എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ 2 പേരിൽ ഒരാൾ തന്നെ പോണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിനക്കും പോയി എടുക്കാം. പോയി എടുക്കടാ. ചേച്ചി, എന്താ? ഞാൻ എടുക്കില്ല. പോയി എടുക്കാനാ പറഞ്ഞത്. ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കില്ല.
ആഹാ, നിന്നെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഒന്ന് നിർത്ത്. ഒരു വടി എടുത്ത് കൊണ്ടുവരാനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? വടി ഞാൻ പോയി എടുക്കാം. എന്താ പ്രശ്നം തീർന്നില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഞാൻ വടിയെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. അതെന്തിനാ? വേറെന്തിനി? എനിക്ക് പേടിയായിട്ട് തന്നെ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ. വേഗം എല്ലാവരും എന്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ വടിയെടുത്തിട്ട് നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് എന്റെ അടുത്ത് അടികിട്ടുക. ഇപ്പോൾ നമ്മൾ എല്ലാവരും പോകേണ്ടി വന്നില്ലേ? ബടി കിട്ടി. ഇനി ആ കൊട്ട പൊന്തിക്കണം. എന്നാൽ ഇന്ന വേഗം പൊന്തിച്ച. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആര് പൊന്തിച്ചാലും എനിക്കെന്താ? ഇന്ന പോയി പൊന്തിക്ക്. ഞാൻ പൊന്തിക്കില്ല. ഞാനും പൊന്തിക്കില്ല. എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ തീരെ പൊന്തിക്കില്ല. പിന്നെ ആരാ ഇത് ചെയ്യാ? ഏന്റി തന്നെ ചെയ്തോ? ആഹാ, അങ്ങനെ എന്നെ ആ പ്രേതം പിടിക്കണം അല്ലേ? അതല്ല, ഏന്റി വലുതല്ലേ, ഏന്റിക്ക് ഞങ്ങളെക്കാളും ധൈര്യം ഉണ്ടാകില്ലേ? അത് തന്നെ, ഏന്റി വലുതല്ലേ, ഏന്റിക്കല്ലേ ഞങ്ങളെക്കാളും ധൈര്യം ഉണ്ടാവുക. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ മയക്കണ്ട. അയ്യേ, അപ്പോൾ ഏന്റിക്ക് ധൈര്യമില്ലേ? അയ്യോ, ധൈര്യമില്ലാന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മുന്നിൽ നാണം കിട്ടുമല്ലോ. അയ്യേ, എന്നാ ഏന്റിക്ക് ഞങ്ങൾ അത്ര ധൈര്യം പോലുമില്ലേ? അത് പിന്നെ എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നിട്ടെന്താ ഏന്റി ആ ബടി കൊണ്ട് കൊട്ട തുറക്കാത്തത്? അത് പിന്നെ അപ്പോൾ ഏന്റിക്ക് ശരിക്കും ധൈര്യമില്ല അല്ലേ? അത് തന്നെ ചേച്ചി, എനിക്ക് തീരെ ധൈര്യമില്ല. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നാൽ അത് ഞങ്ങൾക്കൊന്ന് കാണണം. അതെങ്ങനെ? ചേച്ചിയുടെ ഐഡിയ വർക്ക് ചെയ്തു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഏന്റിയെ കൊണ്ട് അത് തുറപ്പിക്കാനല്ലേ ചേച്ചിയുടെ പരിപാടി? നീ ഒന്ന് ബായം പൊട്ടി നിൽക്കടാ. ഏന്റിക്ക് അത്രക്കും ധൈര്യമാണെങ്കിൽ ഏന്റി പോയിട്ട് ആ കൊട്ട തുറക്ക്. അതെങ്ങനെ? അതുതാ ഏന്റിയുടെ കയ്യിലുള്ള ഈ വടി കൊണ്ട് തന്നെ. അതല്ല, അത് തന്നെ, അതിനെ കൊണ്ടൊക്കെ തുറക്ക്. അതല്ലടാ, അപ്പോൾ പ്രേതം. എന്നാൽ ഏന്റി തുറക്കണ്ട. ഏന്റിക്ക് ഇത്രയും വലിയ പേടിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാ തീരുന്നത്. അത് തന്നെ, ഞങ്ങൾ വിചാരിച്ച ഏന്റി ഭയങ്കര ധൈര്യശാലിയാണെന്ന്. അത് തന്നെ, നമ്മൾ സ്കൂളൊക്കെ പോയിട്ട് പറഞ്ഞിട്ടില്ലേ ചക്കി, ഈ ഏന്റിക്ക് ഭയങ്കര ധൈര്യമാണെന്ന്. അതെ അതെ, എന്നിട്ട് ഏന്റി എന്താ ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നത്? അതിലടി, ഏന്റിക്ക് തീരെ ധൈര്യമില്ല. ഏന്റി വെറും പേടിത്തൊണ്ടിയാ, പേടിത്തൊണ്ടി. പേടിത്തൊണ്ടിയെന്നോ? അയ്യേ, ഈ കുട്ടികൾ വിചാരിക്കുന്നത് എനിക്ക് ഒന്നിനും ധൈര്യമില്ല എന്നാ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ശരിക്കും ധൈര്യമില്ലല്ലോ. എന്തായാലും സാരമില്ല, ഈ കുട്ടികളുടെ മുന്നിൽ ഇപ്പോൾ നാണം കെടരുത്. അതിന് ഞാൻ ആ കൊട്ട തുറക്കണം. എന്റെ അല്ലോ, ആ കൊട്ട കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. എന്തായാലും സാരമില്ല, ആ കൊട്ടയൊന്ന് തുറക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മുന്നിൽ ഞാൻ നാണം കെടും. അല്ല ഏന്റി എന്തെങ്ങനെ ബായും പോന്ന് നിൽക്കുന്നത്? അതൊന്നുമില്ല. എന്നാൽ ഏന്റി പേടിച്ചുകൊണ്ട് ആ കൊട്ട തുറക്കണ്ട, ഞങ്ങൾ ആരെങ്കിലും തുറക്കാം. അത് തന്നെ, ഏന്റി പേടിത്തൊണ്ടിയല്ലേ, പേടിത്തൊണ്ടി. അതുകൊണ്ട് ഏന്റി തുറക്കണ്ട. ആര് പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്? എനിക്ക് ഒരു പേടിയുമില്ല. അപ്പോൾ ഏന്റി ഈ കൊട്ട തുറക്കുമോ? ഞാൻ തുറക്കും. അപ്പോൾ എന്റെ പ്ലാൻ ഒത്തു. ആണോ ഏന്റി? എന്നാൽ ഒന്നും നോക്കണ്ട, വേഗം തുറന്നോ. ഞാൻ തുറക്കും. ഈ ഏന്റി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഇങ്ങനെ നൊടിഞ്ഞോണ്ട് നിൽക്കണ്ട, അതൊന്ന് തുറക്കണ്ടേ ഏന്റി? ഈ ചെറുക്കൻ അവിടുന്ന് പറഞ്ഞാൽ മതി, ഞാനല്ലേ ഇത് തുറക്കേണ്ടത്. എന്റെ അല്ലോ, ഈ കൊട്ട തുറന്നാൽ ആ പ്രേതം പൊന്തി വരുമോ? അങ്ങനെ പൊന്തി വന്നാൽ ഈ ബടി കൊണ്ട് തന്നെ അതിന്റെ തലക്ക് ഞാൻ എന്താടാ ഏന്റി എന്നാ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സ്വസ്ഥമായിട്ടൊന്ന് പറയാനും കൂടി ഇവർ സമ്മതിക്കുന്നില്ല. എന്തായാലും സാരമില്ല, ഈ കൊട്ട ഞാൻ ഇപ്പോൾ തുറക്കും. ഏടാ, ഏന്റി കൊട്ട തുറക്കാൻ പോകുന്നുണ്ട്. ആരും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ആദ്യം നിങ്ങൾ പേടിക്കാണ്ട് പോയിട്ട് കൊട്ട തുറക്ക്. ഈ ചെറുക്കൻ എന്നൊന്ന് ഓവറാക്കാൻ വിടില്ലല്ലോ. എന്തായാലും അവൻ പറഞ്ഞത് ശരിയാ, ഞാൻ ആദ്യം പേടിക്കാണ്ട് പോയിട്ട് കൊട്ട തുറക്കട്ടെ. മക്കളെ, തുറന്നോ ഏന്റി? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. വാ ചക്കി, ഏന്റിക്ക് പേടിയാകുന്നുണ്ടാകും, നമുക്ക് അടുത്ത് ചെല്ലാം. നീ നടക്ക്. ഏന്റി, ഞങ്ങളുണ്ട് അടുത്ത്. ഏന്റി ധൈര്യമായിട്ട് തുറക്ക്. ഏന്റി, കൊട്ട തുറക്ക് വേഗം. എന്നാൽ ഞാൻ തുറക്കാംലേ? ഏന്റി വേഗം തുറക്ക്, എന്നിട്ട് വേഗം ഓടിക്കോ. എന്ത്? കൊട്ട തുറന്ന ഉടനെ ഇങ്ങോട്ട് മാറി നിന്നോ